വെൽക്കം ടു ഈസി ക്ലാസ് വൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ തേർഡ് സെം ആയ മേജർ സബ്ജക്റ്റ് ആയിക്കാണ്ടിലെ അനലൈറ്റിക്കൽ ടൂൾസ് ഫോർ എക്കണോമിക്സ് ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി രണ്ടാമത്തെ സെമ്മ് കംപ്ലീറ്റ് ആയല്ലേ. ഇനി നമ്മൾ മൂന്നാമത്തെ സെമ്മാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ പേരാണ് സെറ്റ് തിയറി ആൻഡ് ഫങ്ഷൻസ്. ഇത് കുറച്ച് ഡിഫിക്കൽറ്റി ആയിട്ട് പഠിക്കാൻ, പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളുമാണ്. കാരണം കുറേ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെയാണ്. കാരണം മാത്സ് സംബന്ധിച്ച് കുറേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതേപോലെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കും നോട്ട് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു മൊഡ്യൂള് മെയിനായിക്കൊണ്ട് പഠിക്കാനുള്ളത് സെറ്റ് തിയറീനെ പറ്റിയാണ്. അപ്പോൾ സെറ്റ് തിയറി എന്താണെന്ന് നോക്കാം. അപ്പോൾ സെറ്റ് തിയറി ഈസ് എ മാത്തമാറ്റിക്കൽ തിയറി. അപ്പോൾ സെറ്റ് തിയറി ഒരു മാത്തമാറ്റിക്കൽ തിയറിയാണ്. അതായത് ഒരുപാട് മാത്സ് കണ്ടന്റ് ഉള്ളൊരു തിയറിയാണ് സെറ്റ് തിയറി എന്ന് പറയുന്നത്. A set is a well-defined collection of distinct objectives considered as an object in its own right. അപ്പോൾ ദീസ് ഒബ്ജക്റ്റ് ആർ കോൾഡ് എലമെൻറ്റ്സ് ഓർ മെമ്പേഴ്സ് ഓഫ് ദ സെറ്റ്. അപ്പോൾ സെറ്റ് എന്നാൽ വ്യത്യസ്തമായിക്കൊണ്ട് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തെയാണ് ഈ സെറ്റ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ മെയിനായിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്ന് ആ കൂട്ടിച്ചേർന്ന ആ സംഭവത്തിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഓരോ ഒബ്ജക്റ്റീവിനെ, അപ്പോൾ ആ ഒരു സെറ്റിൽ അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിൽ ആ ഒബ്ജക്റ്റീവിനെയാണ് നമ്മൾ എലമെൻ്റ് അല്ലെങ്കിൽ മെമ്പേഴ്സ്. അപ്പോൾ ആ ഒരു സെറ്റിലെ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ എലമെൻ്റ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിളും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. എ സെറ്റ് ഓഫ് വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ ആൽഫബറ്റിലെ വവൽസൊക്കെ എന്താണ്, സെറ്റാണ്. അപ്പോൾ അതിൽ ഓരോന്ന് എ ഇ അങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കും. അതിൽ ഓരോ ഒബ്ജക്റ്റീവ് എന്താണ്, അതാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. എ ഒരു മെമ്പറാണ്, അതൊരു ഒബ്ജക്റ്റാണ്. ഈ അഞ്ചും കൂടി കൂടിക്കാണ്ട് വവൽസിനാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. അപ്പോൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് എന്ന് പറയുമ്പോൾ ക്ലാസ്സാണ് ഇവിടെ സെറ്റ് ആയിക്കാണ്ട് വരുന്നത്. അപ്പോൾ അതിൽ ഓരോ സ്റ്റുഡൻസിനെയാണ് ഇവിടെ എലമെൻ്റ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എക്സാമ്പിൾസ് ആണ് ലെറ്റേഴ്സ് ഇൻ ദ ആൽഫോബറ്റ്, ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി. ഇപ്പോൾ ലെറ്റേഴ്സ് ആണ് എന്ത് ഇവിടെ എലമെൻറ്റ്. ആൽഫോബറ്റ് എന്ന് പറഞ്ഞാൽ 26 ലെറ്റേഴ്സ് കൂടി ചേർന്നതാണ്. അപ്പോൾ ആ കൂട്ടി ചേർന്നതിന് ആൽഫോബറ്റിനാണ് ഇവിടെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റേഴ്സിനാണ് നമ്മൾ അപ്പോൾ എലമെൻ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയി പറഞ്ഞ് നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് മറക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. ഫാംസ് ഇൻ ദ ഇൻഡസ്ട്രി, അതായത് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത് ഇവിടെ സെറ്റാണ്, ഫാംസ് ആണ് ഇവിടെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആർ ദ സം എക്സാമ്പിൾസ് ഓഫ് സെറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ എന്ന് പറഞ്ഞത് സെറ്റിൻ്റെ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. അപ്പോൾ സെറ്റ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ ബി സി. ദ എലമെൻറ്റ്സ് ആർ ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ് എ ബി സി. അപ്പോൾ സെറ്റ് കളക്ഷനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയി എ ബി സി അങ്ങനെയാവും കൊടുക്കുക. ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കാണുകയാണെങ്കിൽ അപ്പോൾ സെറ്റാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ സെറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ ഒബ്ജക്റ്റീവ്സും എലമെൻ്റ് ആണ്. അപ്പോൾ എലമെൻസിനെ കാണിക്കുന്ന സ്മോൾ ലെറ്റേഴ്സ് എ ബി സി ആണ്. അപ്പോൾ ഈ സെറ്റാണ് അപ്പം മെയിൻ ആയിക്കാണ്ട് എല്ലാ കൂട്ടത്തിനും കൂട്ടിക്കാണ്ട് ചേർക്കണത്. അപ്പോൾ അതിനെ വലിയ അക്ഷരത്തിൽ എ ബി സി ആണ് പറയല്. അതിൻ്റെ ഉള്ളിൽ ഓരോ ഒബ്ജക്റ്റീവ്സിനും സ്മോൾ ലെറ്റർ എ ബി സി ആണ്. ഇനി അടുത്ത പോയിന്റ് ആണ് ഇൻ എ സെറ്റ് ദ എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ പഞ്ച്വേഷൻസ് മാർക്ക് ആൻഡ് ഗിവിൻ ഇൻ ദ ഫ്ലവേഴ്സ് ബ്രാക്കറ്റ്. അപ്പോൾ എലമെന്റും അതേപോലെ സെറ്റും സെപ്പറേറ്റ് ചെയ്യുന്നത് പഞ്ച്വേഷൻസും അതേപോലെ ഫ്ലവർ ബ്രാക്കറ്റ്സും ഒക്കെ യൂസ് ചെയ്ത് കണ്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ രണ്ടാമത്തെ പോയിന്റിൽ വവൽസിനെ പറ്റിക്കാണ്ടില്ല ആ ഒരു ഇക്വേഷൻ നോക്ക്. എ ഈക്വൽ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ ആണ്, അതായത് സെറ്റിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സെറ്റിനും അതേപോലെ എലമെന്റിനും സെപ്പറേറ്റ് ചെയ്യുന്ന എന്താണ്, ആ ഒരു ബ്രാക്കറ്റും അതേപോലെ ആ ഒരു കോമ പഞ്ച്വേഷൻസ് മാർക്കൊക്കെ ആണ് അത് രണ്ടിനും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. നിങ്ങൾ ആ രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെപ്പറേഷന് യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് പഞ്ച്വേഷൻ മാർക്കും അതേപോലെ ഫ്ലവേഴ്സ് ബ്രാക്കറ്റും എന്ന് പറയുന്നത്, സെറ്റിനെ അതേപോലെ എലമെൻറ്റിനെയും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് സെറ്റ് തിയറിൻ്റെ ഒരു ഇൻട്രൊഡ്യൂഷൻ അല്ലെങ്കിൽ സെറ്റ് തിയറി എന്താണ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റിപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ് നോക്കാം. അപ്പോൾ സെറ്റിനെ 3 തരത്തിലാണ് റിപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ റോസ്റ്റർ മെത്തേഡ് ഓർ ടാബുലാർ ഫോം, രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് പ്രൈസ് മെത്തേഡ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്, മൂന്നാമത്തെ റോൾ മെത്തേഡ് ഓർ സ്റ്റേറ്റ് ബിൽഡർ മെത്തേഡ്.
അപ്പോൾ ഒന്നാമത്തെ മെത്തേഡാണ് റോസ്റ്റഡ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ ഒരു സെറ്റിൻ്റെ ഓരോ എലമെൻറ്റിനെയും റിപ്രസെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആക്കാൻ കോമാസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എലമെൻസിൻ്റെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഫൈനായിക്കടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ഈ ചുരുങ്ങിയ അപ്പോൾ കുറച്ച് നമ്പേഴ്സൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് എന്തൊക്കെ യൂസ് ചെയ്യല്, ഈ കോമാസ് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി കോമാസ്, അതേപോലെ എല്ലത്തിന് എന്ത് യൂസ് ചെയ്യും, ഫ്ലവറി ബ്രാക്കറ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്, ഇത് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നതിനെയാണ് റോസ്റ്റഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ലെസ് ദൻ 10. അപ്പോൾ ലെസ് ദൻ 10 ആയിക്കാണ്ടിൽ ഈവൻ നമ്പേഴ്സ് എഴുതാനാണ്. അപ്പോൾ 2, 4, 6, 8 ആണല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യല്, ആദ്യം നമ്മളൊരു ഫ്ലവറി ബ്രാക്കറ്റ് ഇടും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഓരോ നമ്പറിൻ്റെ ഇടയിൽ എന്ത് വെക്കും, കോമാസ് യൂസ് ചെയ്യല, സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ഫൈനി ഫോമിനാണ് എന്ത് പറയുക, റോസ്റ്റഡ് ഫോം എന്ന് പറയല് കേട്ടോ. ഇനി രണ്ടാമത്തെ ഫോമാണ് ഡിസ്ക്രിപ്റ്റീവ് പ്രൈസ് മെത്തേഡ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്. എന്നാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാവും നമ്മൾ എലമെൻറ്റിനെ റിപ്രസെൻറ്റേഷൻ ചെയ്യുക. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നാച്ചുറൽ നമ്പേഴ്സ് ആവും, അതേപോലെ ലെസ് ദൻ 20 ആവും കണക്ക്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്, ദ സെറ്റ് ഓഫ് ഇൻകം ടാക്സ് പേയ്മെൻറ്റ് ഇൻ എ കൺട്രി. അതായത് ഈ ആൽഫബറ്റൊക്കെ എത്ര ഉണ്ടാവില്ല, 26 നമ്പേഴ്സ് ആണല്ലോ ഇംഗ്ലീഷിൽ ഉള്ളത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതാൻ പറ്റിയ ഓരോ കണക്കും കാര്യത്തിനൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് റൂൾ മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ മെത്തേഡ്. എന്നാൽ എലമെൻസിനെ ഒരു കോമൺ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ റൂളായിട്ട് ആ ഒരു സെറ്റിനെ എഴുതുന്നതാണ്. അപ്പോൾ അതായത് ഈ ഒരു ആപ്ലിക്കേഷനാണ് ഒരുപാട് എക്സാംസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെത്തേഡാണ് കേട്ടോ. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. For example, suppose the days in a week are the elements of except A in rule method. It is denoted as A equal flowery blank x/x is a day in a week. അതായത് ഒരു വീക്കിലെ ഡേയ്സ് ഇതാണ് സെറ്റ് എഴുതാൻ പോകുന്നത്. അപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ഫ്ലവറി ബ്രാക്കറ്റ് x/x ഇത് സൂചിപ്പിക്കുന്നത് ഓരോ ഡേയ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ റൂൾ ബേസ്ഡ് എഴുതുന്നതിനെയാണ് റൂൾ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഒരു വീക്കിൽ 7 ഡേയ്സ് ആണല്ലെങ്കിൽ ആ 7 ഡേയ്സിന് x/x എന്ന് ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കുന്നതിനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് ബി ഈക്വൽ ടു 4, 6, 8, 10. അപ്പോൾ ഇതൊരു ഈവൻ നമ്പർ ആണല്ലേ. ഈ ഈവൻ നമ്പറിന് ചുരുക്കിക്കാണ്ട് x/x എന്ന് കൊടുത്തേക്കണേ. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫോം ആക്കുന്നതിനെയാണ് റൂൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റിൽ നോക്കാനുള്ളത്. ഇനി ടൈപ്പ് ഓഫ് സെറ്റ് നോക്കാം. ഇതിൽ 8 ടൈപ്സ് ഓഫ് സെറ്റാണുള്ളത്. അത് ഏതൊക്കെ വിശദീകരിച്ച് നോക്കാം. ഒന്നാമത്തെ സെറ്റാണ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. ആ ഫൈനൈറ്റ് സെറ്റ് എന്നാൽ എ സെറ്റ് വിത്ത് എ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. നമുക്ക് എണ്ണാൻ പറ്റുന്ന എത്ര എലമെൻറ്റ്സ് ആണ് അതിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ എക്സാമ്പിൾ പറയാണ് സെറ്റ് ഓഫ് ഓവൽസ്. അപ്പോൾ നമുക്കറിയാം 5 ആണ്. അല്ലെങ്കിൽ അപ്പോൾ ലെറ്റേഴ്സ് ആൽഫബറ്റ് അപ്പോൾ 26 ഇംഗ്ലീഷ് ആൽഫബറ്റ് നമുക്കറിയാം. അങ്ങനെ നമുക്ക് എണ്ണാൻ പറ്റുന്നതിനെയാണ് അപ്പോൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആക്കി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ 2, 4, 6, 8. അപ്പോൾ ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, 4 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എ സെറ്റ് വിത്തിൻ അൺകൗണ്ടബിൾ ഓർ എൻഡ്ലെസ് ഓഫ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അതായത് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തതാണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞത്. ഫൈനൈറ്റ് സെറ്റ് പറഞ്ഞാൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റിയത്, മറ്റേത് എണ്ണി തീർക്കാൻ പറ്റാത്തത്. അതായത് 1, 2, 3 അതായത് എത്ര എണ്ണിയാലും തീരാത്തതിനെയാണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ സെറ്റാണ് നൾ സെറ്റ് ഓർ എംപ്റ്റി സെറ്റ്. അപ്പോൾ നൾ സെറ്റ് എന്നാൽ അപ്പോൾ എ സെറ്റ് വിത്ത് നോ എലമെൻറ്റ്സ് ഈസ് കോൾഡ് നൾ സെറ്റ്. അപ്പോൾ ഒരു എലമെൻ്റ് പോലും ഇല്ലാത്ത ഒരു സെറ്റിനെയാണ് നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞത്. ഇതിന് ഡിനോട്ട് ചെയ്യുന്ന 2 സിമ്പിളാണ് തീറ്റയും പിന്നെ ഒന്നുമില്ലാത്ത ബ്രാക്കറ്റും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ സെറ്റാണ് യൂണി സെറ്റ് ഓർ സിഗ്ലറ്റോൺ സെറ്റ്. അപ്പോൾ യൂണി സെറ്റ് എന്നാൽ എ സെറ്റ് ദാറ്റ് കണ്ടെയ്ൻ ഓൺലി 1 എലമെൻറ്റ്. അപ്പോൾ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ ഒരു എലമെൻറ്റ് മാത്രമാണെങ്കിൽ അതിന് യൂണിറ്റ് സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സിഗ്ലറ്റോൺ സെറ്റും പറയും.
ഇനി നാലാമത്തെ സെറ്റാണ് സബ്സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ്. ഇനി സെറ്റ് എ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ അപ്പോൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എവരി എലമെന്റ്സ് ഓഫ് എ ഈസ് ഇൻ ബി ഡിനോട്ടഡ് എ സബ്സെറ്റ് ബി. അതായത് എ എന്ന സെറ്റിന്റെ അകത്തുള്ള എല്ലാ എലമെന്റ്സും ബി എന്ന സെറ്റിലും ഉണ്ടാവണം, എന്നാലേ എ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയുള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, അപ്പോൾ എ എന്ന സെറ്റിൽ 1, 3 എന്ന നമ്പേഴ്സ് ആണ് ഉള്ളത്. ബി എന്ന സെറ്റിൽ 1, 2, 3 എന്ന നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ എയിൽ എല്ലാ നമ്പേഴ്സും ഏതിലുണ്ട്? ബി എന്ന സെറ്റിലുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സബ്സെറ്റ് എന്ന് വിളിക്കാൻ കാരണം. ഇനി സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ ഇഫ് ബി കണ്ടെയ്ൻസ് ഓൾ എലമെന്റ്സ് ഓഫ് എ. അതായത് ബി ആണ് ഇത് സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞത്. അതായത് എല്ലാം ഇൻക്ലൂഡഡ് ആയി നിൽക്കുന്നത് ഏതിലാണ്? 1, 2, 3 ആണ് ബിയിൽ കാണുന്നതല്ലേ. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിക്കണ്ട് എക്സ്ട്രാ ഒന്നും കൂടി അതിൽ വന്ന്, അതുകൊണ്ടാണ് അതിന് സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എയിൽ എല്ലാം കൂടി ഇൻക്ലൂഡ് ആയി കിടക്കുന്നത് ഏതിലാണ്? ബിയിലാണ്. അതുകൊണ്ടാണ് ബീനെ സൂപ്പർ സെറ്റ് എന്ന് വിളിക്കാൻ കാരണം. ഇപ്പോൾ സബ്സെറ്റും സൂപ്പർ സെറ്റും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ തന്നെ ഒന്നും കൂടി നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ തന്നെ മതി. ഇത് സിമ്പിളാണ്. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ അപ്പം നിങ്ങൾക്ക് എക്സാമിനൊക്കെ എഴുതാൻ വേണ്ടി സിമ്പിൾ ആയിരിക്കും കേട്ടോ. ഇനി അതിൽ തന്നെ പറയുന്ന വേറൊന്നാണ് പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്ന്. അതെന്താ നോക്കാം. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റിന് മുമ്പ് പറയാനില്ല ഒരു കാര്യം വിട്ടുപോയിക്കണേ. അപ്പോൾ സബ്സെറ്റ് ഡിനോട്ട് ചെയ്യുന്നത് എ സബ്സെറ്റ് ബി ആണ്. പിന്നെ അതേപോലെ സൂപ്പർ അപ്പോൾ സെറ്റിനെ ബി അപ്പോൾ സൂപ്പർ സെറ്റ് എ ആണ്. അപ്പം അവിടെ ഞാൻ സബ്സെറ്റിൻ്റെ അവിടെ എ സി ബി ആണ്, അറിയാതെ സി ആണ് കൊടുത്തത്. അത് സബ്സെറ്റാണ് കേട്ടോ. പിന്നെ അതേപോലെ സബ്സെറ്റിൻ്റെ ഡിനോട്ടും ശ്രദ്ധിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചേക്കേണ്ടതാട്ടോ. A subset which contains it one element less than the element it is superset is called a proper subset. അപ്പോൾ സൂപ്പർ സെറ്റിലെ എലമെൻറ്റിനേക്കാൾ കുറഞ്ഞത് ഒരു സബ്സെറ്റ് ഉണ്ടെങ്കിൽ അതിന് ഞാൻ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇഫ് ബി ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ, അപ്പോൾ എന്റെ അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് ആണ് എന്ത്? ബി എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ഈക്വൽ 1, 2, 3, ബി ഈക്വൽ 1, 2, 3, 4. അപ്പോൾ ഇവിടെ എന്താണ് കാണുന്നത്? അപ്പോൾ എയിൽ 1, 2, 3 ആണെങ്കിൽ മറ്റേൽ എന്താണ്? 4 ആണ്. അപ്പം എ എന്ന് പറഞ്ഞത് ബീൻ്റെ അപ്പം ബി ആണ് ഇവിടെ സൂപ്പർ സെറ്റും എ എന്ന് പറഞ്ഞ സബ്സെറ്റും ആണല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇതിന് എന്ത് പറഞ്ഞ ബി ആണ് ഇതിൻ്റെ പ്രോപ്പർ സെറ്റ് എന്ന് പറയുന്നത്. കാരണം ബി എയിലേക്കല്ല പോണത്, എ ബിയിലേക്കാണ് വരുന്നത് അല്ലേ. കാരണം ബി അഡീഷണൽ ആയിക്കാണ്ട് ഒന്നും കൂടി ഉണ്ട്. പക്ഷേ എയിൽ എന്താണ്? മൈനസ് ആണ്. അവിടെ 4 ഇല്ലല്ലോ, അതുകൊണ്ട് ഒരു മൈനസ് ആണ് വന്നത്. അതുകൊണ്ട് രണ്ടും എന്താണ്? ഈക്വൽ അല്ല. അതുകൊണ്ടാണ് അവിടെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ആ രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ടാണ് അവിടെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ സെറ്റാണ് പവർ സെറ്റ്. അപ്പോൾ പവർ സെറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സെറ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് ഓൾ സബ്സെറ്റ്. അപ്പോൾ പവർ സെറ്റ് എന്നാൽ ഒന്നെങ്കിൽ ഒരു സെറ്റ് ആവാം, അല്ലെങ്കിൽ സബ്സെറ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ആയിരിക്കാം. അതിൻ്റെ ഉള്ളിൽ ഒരു എംപ്റ്റി സെറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് അവിടെ 8 റോങ് ആണ്. അവിടെ ഫ്ലവറി ബ്രാക്കറ്റും പിന്നെ അതേപോലെ 5 ആണില്ലത്. ഇതാണ് അതിൻ്റെ ഒരു, അതായത് എംറ്റി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ് എംറ്റി അയക്കണ്ട, അതിലൊന്നും ഇല്ലാത്തതൊക്കെ ഏതാണ്? പവർ സെറ്റിൽ പെടും കേട്ടോ. പിന്നെ എ സെറ്റ് ദാറ്റ് ഹാസ് n എലമെൻറ്റ്സ് ഹാസ് 2n സബ്സെറ്റ് ഇൻ ഓൾ. അതായത് n പറഞ്ഞത് എലമെൻറ്റ്സിനെയാണ്. അപ്പം അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു ബ്രാക്കറ്റിൽ 1, 2, 3 എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ 1, 2, 3 എന്ന് പറയുന്നത് അത് 3 എന്താണ്? എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ആ എലമെൻറ്റ്സിനെ നമ്മൾ കൂട്ടിക്കാണ്ട് സെറ്റ് ആക്കിക്കാണ്ട് പറയുകയാണെങ്കിൽ അത് 3 കൂട്ടിക്കാണ്ട് എത്ര പറയാം? 3 എന്തുണ്ട്? 3 എണ്ണം സെറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 2n ഇട്ടിരിക്കുന്നത്. അപ്പോൾ എത്ര സബ്സെറ്റ് ഉണ്ട് അവിടെ? 3 സബ്സെറ്റാണ്. 1, 2, 3 എന്ന് വരുമ്പോൾ ഇപ്പോൾ 1, 2 ആണെങ്കിൽ അവിടെ എത്ര സബ്സെറ്റ് ഉണ്ട്? അപ്പോൾ 2n ആയിരിക്കും വരാം സബ്സെറ്റ്. അപ്പോൾ എന്താണ് പവർ സെറ്റ്? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ? ഇനി നോക്കാം, ഇത് ആറാമത്തെ സെറ്റാണ് ഈക്വൽ സെറ്റ്. അപ്പോൾ 2 എലമെൻറ്റ്സ് ആർ ഈക്വൽ ഇഫ് ദേ ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെൻറ്റ്സ് റിഗാർഡ്ലെസ് ഓഫ് ഓർഡർ. അതായത് ഒന്നുമില്ല, 2 സെറ്റും ഒരേപോലെ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എ ഈക്വൽ 1, 2, 3, 4, 5, ബി ഈക്വൽ 1, 2, 3, 4, 5. അങ്ങനെ ഒരേ എലമെൻറ്റ്സ് സെയിമായി ഈക്വലായി നിൽക്കുന്നതിനാണ് ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ സെറ്റാണ് ഡിസ്ജോയിൻറ്റ് സെറ്റും ആൻഡ് ജോയിൻറ്റ് സെറ്റും.
അതായത് സെറ്റ്സ് വിത്ത് നോ കോമൺ എലമെന്റ്സ്, അതായത് രണ്ട് സെറ്റിലും ഒരേപോലത്തെ നമ്പേഴ്സ് ഇല്ലാത്തതിനെയാണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞത്. അതായത് ഒരു എ എന്ന സെറ്റിൽ 1 3 ആണ്, ബി എന്ന സെറ്റിൽ 2 4 ആണ്. കാരണം ഒരു ജോയിന്റും ഇല്ല, ഒരു നമ്പേഴ്സും ഒരേപോലെ രണ്ട് സെറ്റിലും ഇല്ലെങ്കിൽ അതിന് ഡിസ്ജോയിന്റ് എന്ന് പറയും. ഇനി ജോയിന്റ് സെറ്റ് എന്നാൽ അപ്പോൾ സെറ്റ് ദാറ്റ് ഹാവ് ഇറ്റ് വൺ എലമെന്റ് ഇൻ കോമൺ. അപ്പോൾ രണ്ട് സെറ്റിലും ഒരു നമ്പർ സെയിം ആയിക്കാണ്ട് വരാണെങ്കിൽ അതിനെയാണ് ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണ്, എ ഈക്വൽ 1 2, ബി ഈക്വൽ 2 3. അപ്പോൾ ഒരു നമ്പർ മാത്രമാണ് അവിടെ സെയിം ആയിക്കാണ്ട് വന്നിരിക്കുന്നത്, അതിനെയാണ് ഇവിടെ ജോയിന്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് സെറ്റ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കണോ? ഇനി വെൻ ഡയഗ്രാം എന്താ നോക്കാം. അപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് എന്താണ് വെൻ ഡയഗ്രാംസ് എന്നാണ്. എ വെൻ ഡയഗ്രാം ഈസ് എ വിഷ്വൽ ടൂൾ യൂസ്ഡ് ടു ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെറ്റ്. അപ്പോൾ വ്യത്യസ്ത സെറ്റുകളുടെ റിലേഷൻഷിപ്പ് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിഷ്വൽ ടൂളാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ മേക്ക് അപ്പ് ഓഫ് സർക്കിൾസ്, അപ്പോൾ സർക്കിൾസ് ദാറ്റ് ഓവർലാപ്പ് ടു റിപ്രസെൻറ്റ് എലമെൻറ്റ് ഷെയർഡ് ബിറ്റ്വീൻ സെറ്റ്. അതായത് ഓരോ സെറ്റും ഒരു സർക്കിൾ ആയിക്കാണ്ടാണ് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഓരോ എലമെൻറ്റിനെയും കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ ഒരു വിഷ്വൽ അയക്കാണ്ട് ഓരോ ഡയഗ്രാംസിലൂടെ സെറ്റിനെ കാണിക്കുന്നതിനാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരു വിഷ്വൽ അയക്കാണ്ടല്ലേ പഠിച്ചത്, പക്ഷേ വെൻ ഡയഗ്രാംസ് അത് ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആയി മനസ്സിലാവല്ലേ. അപ്പോൾ സെറ്റ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കുമ്പോഴാട്ടോ അതിലാണ് ഈ വെൻ ഡയഗ്രാംസിനെ പറ്റിക്കാണ്ട് ഓരോ മെത്തേഡും പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് ആണ് ഈച്ച് സർക്കിൾ റിപ്രസെന്റ് എ സെറ്റ്. അപ്പോൾ ഓരോ സർക്കിളും എന്തിനാണ് റിപ്രസെന്റ് ചെയ്യുന്നത്? അപ്പോൾ സെറ്റിനെ ആട്ടോ. ഓരോ സർക്കിൾ എന്ന് പറയുന്ന സെറ്റാണ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന അതായത് ബന്ധിപ്പിക്കുന്ന സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയല്, എലമെന്റ് ആട്ടോ. അതിൻ്റെ ഓരോ സർക്കിൾ എന്ന് പറയുന്നത് സെറ്റാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാനൊരു വെൻ ഡയഗ്രാം ഞാനൊരു പിക്ചർ കൊടുത്തേക്കണേ. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ സെറ്റ് എ ആപ്പിൾ ബനാന ചെറി. അപ്പോൾ സെറ്റ് എയിൽ എന്തൊക്കെയാണ്, ആപ്പിൾ ബനാന ചെറിയാണ് ആഡ് ചെയ്തേക്കുന്നത്. സെറ്റ് ബിയിൽ ബനാന ചെറി ഡേറ്റ്, അതായത് ബനാനും ചെറിയും ഉണ്ട്, ഡേറ്റ് മാത്രം സെപ്പറേറ്റ് ആക്കാൻ രണ്ടിലും ഇല്ല. അപ്പോൾ ബനാന ആൻഡ് ചെറി ഇൻ ദ ഓവർലാപ്പിഡ് പാർട്ട്. അപ്പോൾ ബനാന ചെറി എവിടെ വരില്ലേ, നമ്മുടെ ഓവർലാപ്പ് ചെയ്ത ഭാഗത്താണ് ബനാന ചെറിയും വരില്ലേ. കാരണം അത് രണ്ടിലും ഉണ്ട്, ഇൻക്ലൂഡ് രണ്ട് ഭാഗത്തും ഉണ്ട്. അത് രണ്ടിലും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കാണ്ട് അത് എവിടെ വരില്ലേ, ഓവർലാപ്പ് ചെയ്ത് കാണ്ട് രണ്ടും കൂടി സർക്കിൾ ഇട്ട എൻഡിലാണ് അപ്പോൾ ബനാനും ചെറി വരാം. കാരണം രണ്ടിലും അത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഏപ്പിൾ ഏതിലാണ്, രണ്ടിലും ഇല്ലല്ലേ. അതുകൊണ്ട് ആകെ എയിലാണ് ഏപ്പിൾ ഇല്ലത്. അതുകൊണ്ട് ഓൺലി ഇൻ സെറ്റ് എ പാർട്ടിൽ എന്ത് വരുമല്ലോ, ഇല്ലാത്ത സാധനം, രണ്ടിലും കൂടി ഇല്ലാത്ത സാധനം പാർട്ട് എയിലും. അപ്പോൾ ഡേറ്റ് എന്താണ്, അതായത് ഡേറ്റ് എയിലില്ലല്ലേ, അതുകൊണ്ട് ബി പാർട്ടിലായിരിക്കും ഡേറ്റ് വരാം. ഡേറ്റ് ഓൺലി ഇൻ സെറ്റ് ബി പാർട്ട്. അപ്പോൾ നിങ്ങൾക്ക് സംഗതി എന്താ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കുറച്ചും കൂടി ക്ലാരിറ്റി ആയി മനസ്സിലാവണമെങ്കിൽ എന്താണ് സെറ്റ് ഓപ്പറേഷൻ എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നിങ്ങൾക്കിത് നോക്കിയാൽ തന്നെ സംഭവം എന്താണ്, വെൻ ഡയഗ്രാം എന്താണെന്ന് മനസ്സിലാക്കാം. ഇനി നോക്കുന്നത് സെറ്റ് ഓപ്പറേഷൻസ് പറ്റിയാണ്. അപ്പോൾ ബേസ് ആയിക്കാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ട് ഓപ്പറേഷൻ 4 തരത്തിലാണ് ഉള്ളത്. അപ്പോൾ യൂണിയൻ ഓഫ് സെറ്റ്, ഇൻ്റർസെക്ടർ ഓഫ് സെറ്റ്, ഡിഫറൻസ് ഓഫ് സെറ്റ്, അപ്പോൾ പിന്നെ കോംപ്ലിമെൻറ്റേഷൻ ഓഫ് സെറ്റ്. ഈ 4 സെറ്റാണ് മെയിൻ ആയിക്കാണ്ട് സെറ്റ് ഓപ്പറേഷൻസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ വെൻ ഡയഗ്രാം ആണിത്. ഡയഗ്രാംസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ 4 എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് 4 ഡീറ്റെയിൽ ആയിക്കാണ്ട് നോക്കാം. അപ്പോൾ ഇനി ഒന്നാമത്തെ സെറ്റാണ് യൂണിയൻ ഓഫ് സെറ്റ്. അപ്പോൾ ദ യൂണിയൻ ഓഫ് ടു സെറ്റ് എ ആൻഡ് ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ദാറ്റ് ആർ ഇൻ എ ഓർ ഇൻ ബി ഓർ ഇൻ ബോത്ത്. അപ്പോൾ അതായത് അപ്പോൾ സെറ്റ് എ ആൻഡ് ബി നോക്കുമ്പോൾ രണ്ട് സെറ്റിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെയാണ് യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സെറ്റിനെയും ഡിനോട്ട് ചെയ്യുന്നത് എ യൂണിയൻ ബി എന്നാണ്. അപ്പോൾ അതായത് ഞാൻ ആ ഇക്വേഷൻ അവിടെ കൊടുത്തേക്കണേ. അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു സെറ്റ് അതിൽ സെറ്റ് എയിൽ അപ്പോൾ 1 2 3 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ സെറ്റ് ബിയിൽ 3 4 5 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ രണ്ട് സെറ്റായ എ ആൻഡ് ബിനെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് വരുന്ന സെറ്റാണ് 1 2 3 4 5. അതായത് ഇപ്പോൾ ഈ സെറ്റ് എയിൽ 1 2 3 ആണ്, സെറ്റ് ബിയിൽ അപ്പോൾ 3 4 5 ആണ്. ഇതിനൊക്കെ യോജിപ്പിച്ചുകാണ്ട് അതായത് എ യൂണിയൻ
അപ്പോൾ ബി, അതായത് കൂട്ടിക്കാണ്ട് 1 3 1 2 3 4 5 ഇത്രയും എലമെന്റ്സ് ഒരുമിച്ച് വരും. ഇതിനെയാണ് യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ എലമെന്റ്സിനും കൂട്ടിച്ചേർത്ത് പറയുന്നതിനെയാണ് യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഡിനോട്ടാണ്, അല്ലെങ്കിൽ ഇക്വേഷൻ ആണ് എ യൂണിയൻ ബി. അതിൻ്റെ ഒരു ചെറിയ ഡയഗ്രാം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എയും ബിയും കണക്ട് ചെയ്ത് കണ്ടാണ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞ് രണ്ടും കൂടി കണക്ട് ചെയ്ത് പറയുന്നതിനെയാണ് യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയുക. അപ്പോൾ ഒരു സെറ്റ് ആയിക്കാണ്ടാണ് രണ്ടിനും കാണില്ല. അതാണ് യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെറ്റാണ് ഇൻ്റർസെക്ഷൻസ് ഓഫ് സെറ്റ്. അപ്പോൾ യൂണിയൻ സെറ്റ് നമ്മൾ നോക്കിയല്ലേ, അതെന്തിന് നമ്മളെല്ലാം കൂടി എലമെൻസിനെ ഒരുമിച്ചാക്കിയതാണ് എന്ത് യൂണിയൻ സെറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻ്റർസെക്ഷൻ സെറ്റ് എന്നാൽ എയിലെയും ബിയിലെയും കോമൺ ആയ എലമെന്റ് എടുത്ത് എഴുതുന്നതാണ് അപ്പോൾ ഇൻ്റർസെക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിക്കാണ്ട് ഇത് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എ 1 2 3 ബി അപ്പോൾ 3 4 5 ഇവിടെ കോമൺ ആയിക്കാണ്ട് വരുന്നത് ഏതാണ്? 3 ആണല്ലേ. രണ്ടിലും കൂടി എയിലും ബിയിലും കോമൺ ആയിക്കാണ്ട് വരുന്നത് 3 ആണ്. അപ്പോൾ അവിടെ ബ്ലൂ നിങ്ങൾ ആ ഒരു എന്താണ് സർക്കിൾ ഓവർലാപ്പ് ചെയ്ത് ആ ഒരു ബ്ലൂ കളർ കണ്ടില്ലേ, അവിടാണ് ആ കോമൺ ആയിക്കാണ്ട് രണ്ടിലും കൂടി കോമൺ ആയി വരുന്ന ആ നമ്പർ നമ്മൾ എവിടെ എലമെന്റ് എവിടെ എഴുതൽ, ആ ഒരു ഓവർലാപ്പ് ചെയ്ത് അവിടെയാണ് നമ്മൾ എഴുതൽ. അവിടെ എത്ര അപ്പോൾ നമ്പർ വരല്? 3 ആണ്. അതാണ് കോമൺ ആയിക്കാണ്ട്. ഒന്നും അതിൽ കൂടുതലായിക്കാണ്ട് ഒരേപോലത്തെ നമ്പർ വരാം. അതിനെയാണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ് എന്ന് പറയല്. ഇനി മൂന്നാമത്തെ സെറ്റാണ് ഡിഫറൻസ് ഓഫ് സെറ്റ്. അപ്പോൾ എന്നാൽ സിമ്പിൾ ആയിക്കാണ്ട് പറയുകയാണെങ്കിൽ ഇത് ഞാൻ കുറച്ച് നോട്ട് കൊടുത്തതെന്നല്ലോ, അത് നിങ്ങൾക്ക് പഠിക്കാനാണ്. പക്ഷെ ഞാനത് സിമ്പിൾ ആയിക്കാണ്ട് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നാൽ തന്നെ എക്സാമിന് എഴുതാൻ സിമ്പിളാണ്. അപ്പോൾ ഡിഫറൻസ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ഓഫ് സെറ്റ് എ ആൻഡ് ബി ഈസ് ദ സെറ്റ് ഓഫ് എലമെന്റ്സ് ദാറ്റ് ആർ ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. അതായത് അപ്പോൾ സെറ്റ് എയിലുള്ളത് ബി സെറ്റിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സെറ്റ് എയിൽ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അതായത് എയിൽ മാത്രമുള്ള എലമെന്റ്സ് എടുത്ത് എഴുതുന്നതാണ് എന്ത് ഡിഫറൻസ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലാവും കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ എ ഈക്വൽ 1 2 3, അപ്പോൾ ബി ഈക്വൽ 3 4 5. ഇവിടെ ഇപ്പോൾ കോമൺ ആയിക്കാണ്ട് വരുന്നത് ഏതാണ്? 3 ആണ്. പക്ഷേ എയിൽ മാത്രം വരുന്നത് ഏതാണ്? 1 and 2. അപ്പോൾ എ മൈനസ് ബി ഏതാണ്? ബ്രാക്കറ്റിൽ ഫ്ലവറി ബ്രാക്കറ്റിൽ ഏതാ വരാ? 1 and 2. അപ്പോൾ ഇനി ഇങ്ങനെ നമുക്ക് എഴുതാം ബി മൈനസ് എ. അപ്പോൾ ബി മൈനസ് എ വരുമ്പോൾ അവിടെ എയിൽ ഇല്ലാത്തത് ബിയിൽ ഏതാണ്? 4 and 5. അപ്പോൾ ഇതിനെയാണ് ഡിഫറൻസ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എയിൽ ഇല്ലാത്തതിന് എ മൈനസ് ബി ആണ്, ഇല്ലാത്തത് ബിയിൽ ഇല്ലാത്തത് എഴുതണം. അതേപോലെ ബി മൈനസ് എ എന്ന് വരുമ്പോൾ ബിയിൽ എയിൽ ഇല്ലാത്തത് വേണം എഴുതാൻ. അപ്പോൾ ഇതിനെയാണ് ഡിഫറൻസ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിക്കാണ്ട് പറഞ്ഞാൽ ഇതിൻ്റെ വേറെ നോട്ടിൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ അതിൻ്റെ ഡയഗ്രാംസ് നോക്കൂ. അപ്പോൾ അതിൽ എ മൈനസ് ബി വരുന്നതാണ് 1 and 2 അല്ലേ. അപ്പോൾ അത് വേണം നമ്മൾ എവിടെ എഴുതാൻ? നമ്മൾ ആ യെല്ലോയിൽ കാണുന്ന അതായത് രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, രണ്ട് സെറ്റും കൂടി, അവിടെ നമ്മൾ എഴുതാൻ. അപ്പോൾ സെറ്റ് എയിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? അപ്പോൾ 3 ആണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷെ മറ്റേതിൽ നമ്മൾ എന്ത് എഴുതണം? 3 4 അല്ല, സോറി 4 എഴുതണ്ട, 3 ആണ് അതിൽ എഴുതേണ്ടത്. മറ്റേത് രണ്ടും ഏതിലാണ് എഴുതേണ്ടത്? അപ്പോൾ എ മൈനസ് ബിയും ബി മൈനസ് എയും നമ്മൾ ഓവർലാപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വേണം എഴുതാൻ. അതായത് 1 2 and 4 5. 3 ആണ് രണ്ടും കൂടി കോമൺ ആയിക്കാണ്ട് വരുന്നത്. അതുകൊണ്ട് രണ്ടും കൂടി എവിടെ എഴുതണം? എയിലും ബിയിലും നമ്മൾ എഴുതണം. ഇനി നാലാമത്തെ സെറ്റാണ് കോംപ്ലിമെന്റേഷൻ ഓഫ് സെറ്റ്. ദ കോംപ്ലിമെന്റേഷൻ ഓഫ് സെറ്റ് എ ഇൻക്ലൂഡ്സ് ഓൾ എലമെന്റ്സ് നോട്ട് ഇൻ എ റിലേറ്റീവ് ടു എ യൂണിവേഴ്സൽ സെറ്റ് യു. അതായത് എയിലില്ലാത്ത എന്നാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ള ബാക്കി എല്ലാ എലമെന്റ്സിനെയും എ കോംപ്ലിമെന്റ് എന്ന് പറയും. അപ്പോൾ ഇതിവിടെ യു അപ്പോൾ യൂണിവേഴ്സൽ എന്ന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ എ കോമയും അയക്കാണ്ട് നമുക്ക് യുവിൻ്റെ പകരം യൂണിവേഴ്സൽ അയക്കാണ്ട് നമുക്ക് കൊടുക്കാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇതിൻ്റെ യൂണിവേഴ്സൽ അയക്കാണ്ട് യു എന്ന് പറയുന്നത് അപ്പോൾ 1 2 3 4 5 ആണല്ലേ. പക്ഷെ ഇതിൻ്റെ എ അയക്കാണ്ട് വരുന്നത് എ സെറ്റിൽ എന്താണ്? 1 2 3 ആണ്. അതിൻ്റെ എ വണ്ണിൽ എന്താ വരുന്നത്? 4 5 ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ 4 5 അപ്പോൾ എല്ലാം കൂടി കൂട്ടിക്കാണ്ട് യു എന്ന് പറഞ്ഞ എന്താണ്? 1 2 3 4 5 ആണ്. പക്ഷെ ഇതിൻ്റെ എയിൽ പെടാത്തതാണ് 4 5.
അപ്പം എയിൽ പെടാത്തതിനെയാണ് നമ്മൾ എന്ത് പറയണത്? കോംപ്ലിമെന്റേഷൻ ഓഫ് സെറ്റ് എന്ന് പറയണത്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇപ്പം ഞാൻ ഇത്ര മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ബാക്കി പോർഷൻസും കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്നാലും നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അയക്കാണ്ട് അടുത്ത പാർട്ടൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമല്ലോ കേട്ടോ.